ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ഏജ് കാൽക്കുലേറ്ററാണ്. നമുക്കിവിടെ നിന്നും ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏജ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വയസ്സായി എന്ന് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്തു വരും. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ഏജ് ആയി എന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്ന ഒരു സിമ്പിളായിട്ടൊരു ചെറിയൊരു ആപ്ലിക്കേഷനാണ് ഞാനിവിടെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാമെന്നും ഇത് ചെയ്യാൻ ആദ്യം തന്നെ നമുക്ക് എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് ആദ്യം തന്നെ പറയാം. അപ്പോൾ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തു. ഇതിന് നമ്മൾ മുമ്പുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കി. ആദ്യം ഇതിൽ എന്ത് കൺസെപ്റ്റാണ് വരുന്നതെന്ന് നമുക്കൊരു പ്രീ ഡിഫൈൻ ആയിട്ട് മുമ്പേ കൂട്ടി കൊടുത്തൊരു വേരിയബിൾ വെച്ചിട്ട് നമുക്കിതൊന്ന് അതായത് നമ്മൾ സ്പെസിഫിക് ആയിട്ടൊരു ഡേറ്റ് സെലക്ട് ചെയ്യാതെ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടൊരു ഡാറ്റ ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഏജ് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് എഴുതി അതിന് ശേഷം ഒരു വാർ ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് DOB ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ന്യൂ ഡേറ്റ് എന്ന് ചേർത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഡേറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അതായത് ഈ ഡേറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡേറ്റ് കാൽക്കുലേഷൻ നടത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മന്ത് കൊടുത്തു, രണ്ടാമത് നമ്മൾ ഡേറ്റ് കൊടുത്തു, മൂന്നാമത് നമ്മൾ ഇയർ ഏതാണോ അത് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴത്തെ ടൈമും അതേപോലെ തന്നെ ഈ നമ്മളിവിടെ കൊടുത്ത ടൈമും തമ്മിൽ എത്ര ഡിഫറെൻ്റ് ഉണ്ടെന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. എത്ര മന്ത് ഡിഫറെൻ്റ് ഉണ്ടെന്ന് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇതിന് നമ്മൾ മന്ത് എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു എന്നിട്ട് ഇവിടെ വന്ന് ഡേറ്റ് എന്നിട്ടതിന് ശേഷം നൗ, അതായത് കറൻറ്റ് ഇപ്പോൾ എത്രയാണോ ഡേറ്റ് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നൗ ഉപയോഗിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാണ്, DOB നമ്മൾ നേരത്തെ കൊടുത്തതിൽ നിന്നും DOB എന്ന് ചേർത്തതിന് ശേഷം നമുക്ക് അതിൽ നിന്നും ഗെറ്റ് ടൈം എന്നുള്ളത് നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഗെറ്റ് ടൈം എന്ന് പറഞ്ഞാൽ മില്ലി സെക്കൻഡിലായിരിക്കും നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് വേറൊരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യാം. ഈ വേരിയബിളിൻ്റെ പേര് ഏജ് ഡേറ്റ് ഫോർമാറ്റാണ്. അപ്പോൾ ഏജ് DT എന്ന് നമ്മൾ ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ന്യൂ ഡേറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ കണ്ട മന്ത് ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, ഏജിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ നിന്നൊരു ഇയർ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വാർ എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഇയർ എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ന്യൂ ഡേറ്റ് എന്നിട്ട് ഇവിടെ വന്ന് ഇയർ എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഏജ് ഡേറ്റ് ഡോട്ട് ഗെറ്റ് ഫുൾ ഇയർ UTC ഫുൾ ഇയർ എന്നത് നമ്മളിവിടെ ആക്സസ് ചെയ്തെടുത്തു. ഈ UTC ഫുൾ ഇയർ എന്നുള്ളതൊക്കെ നമ്മൾ ഡേറ്റ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് ഏജ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന് വാർ ഏജ് എന്നിട്ടതിന് ശേഷം ഈക്വൽ ടു മാത്ത് അബ്സല്യൂട്ട് വാല്യൂ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇയറിൽ നിന്നും നമുക്ക് എന്ത് കുറയ്ക്കണം, ഈ 1970 കുറക്കണം. ഈ 1970 ഒരു പ്രത്യേകതയുണ്ട്. ജാവാസ്ക്രിപ്റ്റിൽ മില്ലി സെക്കൻഡിനെ അടിസ്ഥാനമാക്കിയിട്ട് മില്ലി സെക്കൻഡ് ടൈം തുടങ്ങുന്നത് ഈ 1970 മിഡ് നൈറ്റ് മുതലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മില്ലി സെക്കൻഡാണ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ മില്ലി സെക്കൻഡിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് 1970 അതാണ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ആ വാല്യൂ പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് എന്നിട്ടതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് ഏജ് ഓഫ് ദ ഡേറ്റ് എൻറ്റേർഡ് എന്നിട്ടതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു പ്ലസ് ഇട്ടു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഒരു ഏജ് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ഇയർ എന്നും ചേർത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് സേവ് ചെയ്ത് നമുക്ക് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ വന്ന്
ഇവിടെ നമുക്ക് എത്രയാണോ ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ് തൊട്ടിട്ട്, അതായത് നമ്മൾ ഇവിടുന്ന് തൊട്ടിട്ടുള്ള ഈ ഡേറ്റ് തൊട്ടിട്ട് ഇന്ന് വരെയുള്ള എത്ര ഇയർ വന്നു എന്നുള്ളത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തു വരും. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഏജ് കാൽക്കുലേഷൻ വർക്ക് ചെയ്യുന്നതെന്നും അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ചുമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ലെവലിലൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML എന്ന് എഴുതി, അതിനുശേഷം നമ്മളിവിടെ വന്ന് ഹെഡ് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ഒന്ന് സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്തു. ഒരു ഫംഗ്ഷന് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഫംഗ്ഷൻ്റെ പേര് നമ്മൾ ഏജ് എന്ന് ചേർത്ത് കൊടുത്തു. ഇഷ്ടമുള്ള പേരെന്താണെങ്കിൽ ചേർത്ത് കൊടുക്കാൻ, ഞാൻ എളുപ്പത്തിന് വേണ്ടി ഏജ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് യൂസർ ഇൻപുട്ട് എന്നൊരു വേരിയബിൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. അതായത് നമ്മളവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് വെക്കുന്നുണ്ട്, അതായത് ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഡേറ്റ് പിക്കർ വെക്കുന്നുണ്ട്. അതിൽ നിന്നും ഏത് ഡേറ്റ് ആണോ നമ്മൾ സെലക്ട് ചെയ്തത് അതാണ് നമ്മൾ ഈ യൂസർ ഇൻപുട്ടിലേക്ക് ആക്സസ് ചെയ്തെടുക്കുന്നത്. ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID, എന്നിട്ട് അതിന് നമ്മൾ ID ആയിട്ട് ചേർത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് DOB ആണ്, അത് ചേർത്ത് കൊടുത്തു. ഡോട്ട് വാല്യൂ, അതിലുള്ള വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ യൂസർ ഇൻപുട്ടിലേക്ക് ആക്സസ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് അടുത്തൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. DOB എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഈക്വൽ ടു ന്യൂ ഡേറ്റ്, അതിൻ്റെ ഡേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ വേരിയബിൾ നെയിം ഏതാണോ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം, യൂസർ ഇൻപുട്ട്. ഓക്കെ, ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഈ യൂസർ ഇൻപുട്ടിൽ വാല്യൂ ഒന്നും ഇല്ലെങ്കിൽ എന്നതിന് വേണ്ടി നമ്മളൊരു കണ്ടീഷൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ യൂസർ ഇൻപുട്ട് ഈക്വൽ ടു നൾ, വാല്യൂ ഒന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ, അതേപോലെ ഓർ, അപ്പോൾ നമ്മളിവിടെ വന്ന് പൈപ്പ് എന്നുള്ളത് ചേർത്ത് കൊടുത്തു. ഓക്കെ, യൂസർ ഇൻപുട്ട് ഈക്വൽ ടു അതിനുശേഷം നമ്മളിവിടെ വന്ന് ഡബിൾ കൊട്ടേഷൻ, വാല്യൂ ഒന്നും നമ്മൾ പ്രത്യേകം സെലക്ട് ചെയ്തില്ലെങ്കിൽ നമുക്കിവിടെ എന്ത് മെസ്സേജാണോ പ്രിൻ്റ് ചെയ്യേണ്ടത് അത് ചേർത്ത് കൊടുക്കുകയാണ്. ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID, ആൻസർ ഡിസ്പ്ലേ ചെയ്യുന്ന സ്ഥലമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. മെസ്സേജ് എന്ന് ചേർത്ത് കൊടുത്തു. ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു അവിടെ എന്താണോ നമുക്ക് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ചൂസ് എ ഡേറ്റ് പ്ലീസ്, എന്താണോ നമുക്ക് മെസ്സേജ് ആയിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ എൽസേ പാർട്ടാണ്. ഇങ്ങനെ നമ്മളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ഡിസ്പ്ലേ ചെയ്യണമെന്നുള്ളതാണ് എൽസേ പാർട്ടിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നമുക്കൊരു ഫാൾസ് എന്ന് കൂടി ചേർത്ത് കൊടുക്കണം, അതായത് നമുക്ക് ആ ഔട്ട്പുട്ടൊന്നും നമുക്ക് റിട്ടേൺ ചെയ്യേണ്ട, അതുകൊണ്ടാണ് നമ്മളിവിടെ വന്ന് ഫാൾസ് എന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ എൽസേ പാർട്ടിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എൽസേ പാർട്ടിൽ നമ്മൾ ആദ്യം തന്നെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഈ വേരിയബിളിന് നേരത്തെ നമ്മൾ കൊടുത്ത രൂപത്തിൽ തന്നെ മന്ത് ഡിഫറൻറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ഡേറ്റ്, അതായത് ഇന്നത്തെ ഡേറ്റാണ് നമുക്ക് ആക്സസ് ചെയ്തെടുക്കേണ്ടത്, നൗ എന്ന് ചേർത്ത് കൊടുത്തു. മൈനസ്, അതായത് നമ്മൾ DOB എന്നുള്ളൊരു വേരിയബിൾ നേരത്തെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഗെറ്റ് ടൈം, അതിനെ ടൈം എന്നുള്ള ഫോർമാറ്റിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യുവാണ്. ഓക്കെ, അതിൽ നിന്നും, അതായത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന മില്ലി സെക്കൻഡിൽ നിന്നും നമുക്ക് ഈ DOBൻ്റെ മില്ലി സെക്കൻഡ് മൈനസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇതിനെന്ത് ചെയ്യണം, അത് ഡേറ്റ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ വേറൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇനി ഏജ്, എന്നിട്ട് ഇതിന് ശേഷം DT എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ന്യൂ ഡേറ്റ് ഈക്വൽ ടു അതിനുശേഷം മന്ത് ഡിഫറൻറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഇയർ എന്നുള്ളൊരു വേരിയബിൾ കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇയർ എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ഏജ് ഡീറ്റെയിൽസ് ഡോട്ട് ഗെറ്റ് UTC ഫുൾ ഇയർ എന്നുള്ള ഫോർമാറ്റിൽ നമ്മളിതിനെ ആക്സസ് ചെയ്ത് എടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒരു ഏജ് എന്നുള്ളൊരു വേരിയബിൾ കൂടി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ വന്ന് ഏജ് എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു മാത്ത് എന്നിട്ടതിന് ശേഷം ആബ്സലൂട്ട്, അതിനുശേഷം നമ്മളിവിടെ വന്ന് ഇയറിൽ നിന്നും മൈനസ് 1980
70 കുറക്കണം. ഇതെന്തിനാണെന്ന് നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ആൻസർ നമുക്ക് ഇവിടുന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ റിട്ടേൺ എന്നെഴുതിയതിന് ശേഷം നമ്മളിവിടെ വന്ന് ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്നതിന് ശേഷം നമുക്കിവിടെ വന്ന് റിസൾട്ട്, നമുക്ക് ഈ റിസൾട്ട് എന്ന ഭാഗത്താണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റിസൾട്ട് എന്ന് ചേർത്ത് കൊടുത്തു, ഡോട്ട് ഇന്നർ HTML എന്ന് ചേർത്തു, ഈക്വൽ ടു അവിടെയാണ് നമുക്ക് എന്ത് വേണ്ടത്, ആ ഏജ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണോ അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏജീസ് ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഇവിടെ വന്ന് ഏജ് എന്ന് ചേർത്ത് കൊടുത്തു. ഇനി അവിടെ ഇയർ എന്ന് നമുക്കിവിടെ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ HTML ഭാഗമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ HTML നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ കൊടുത്ത് ചെയ്യണം, കാരണം നമ്മളൊരു ആപ്ലിക്കേഷൻ ലെവലിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹെഡ് എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിലത്തെ ടെക്സ്റ്റുകളൊക്കെ സെൻറ്ററിലേക്ക് വരാൻ വേണ്ടി നമ്മൾ സെൻറ്റർ എന്നൊരു ടാഗ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സെൻറ്റർ എന്ന ടാഗ് കറൻറ്റിൽ HTML ഉപയോഗിക്കുന്നില്ല, പക്ഷേ നമുക്ക് ഡാറ്റാസുകളൊക്കെ നമുക്ക് സെൻറ്ററിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് സെൻറ്റർ എന്നൊരു ടാഗ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ബോഡിയിൽ സ്റ്റൈൽ എന്നിട്ട് അതിന് ശേഷം ഈക്വൽ ടു സെൻറ്റർ അലൈൻ ഐറ്റം എന്നിട്ടതിന് ശേഷം സെൻറ്റർ എന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു H2 ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഹെഡിങ് 2 എന്ന് ചേർത്തു. ഇതിൻ്റെ ഉള്ളിൽ ഇതിന് നമ്മളൊരു സ്റ്റൈല് ചേർത്ത് കൊടുക്കുകയാണ്. സ്റ്റൈൽ ഈക്വൽ ടു അതിന് കളർ, ഏത് കളറാണോ നമുക്ക് വേണ്ടത് ആ ഒരു കളർ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു കളർ ഇവിടുന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ ടെക്സ്റ്റ് അലൈൻ ഐറ്റം സെൻറ്റർ ആക്കി കൊടുക്കുന്നുണ്ട്. എല്ലാം നമുക്ക് സെൻറ്ററിലേക്ക് വരാൻ വേണ്ടി നമ്മൾ സെൻറ്റർ എന്നും അലൈൻ ഐറ്റം ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഡാറ്റ ചേർത്ത് കൊടുക്കാം. കാൽക്കുലേറ്റ് ഏജ് ഫ്രം ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ നമ്മളിവിടെ ഏത് ഡേറ്റ് ഓഫ് ബർത്ത് ആണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഏജ് എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഒരു B എന്നുള്ളൊരു ടാഗ് ക്രിയേറ്റ് ചെയ്തു. ബോൾഡ് എന്നുള്ളതിലേക്കാണ്. ഇനി എൻ്റർ ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് നമുക്ക് ഇവിടുന്ന് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനോ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻപുട്ട് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇൻപുട്ട് ഡേറ്റ് എന്നുള്ളതാണ് കൊടുക്കുന്നത്. ഇതിന് നമ്മൾ ID എന്നുള്ളത് നമ്മൾ മുകളിൽ എന്താണോ കൊടുത്തത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കണം. ഇതിന് ID ആയിട്ട് നമ്മളിവിടെ വന്ന് DOB എന്നാണ് ചേർത്തിട്ടുള്ളത്. ഓക്കെ, ബാക്കിയൊന്നും നമുക്കിവിടെ അഡീഷനായിട്ട് വേണമെന്നില്ല. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വന്ന് ആ സ്പാമിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ടൊന്നും സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് സ്പാം എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ID ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ കൊടുത്ത ആ മെസ്സേജ് എന്നുള്ള ഭാഗമാണ്. അതായത് നമ്മൾ ഡേറ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്നും നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ പ്രിൻറ്റ് ചെയ്യേണ്ടതാണ് ഇവിടെ ഈ സ്പാം എന്ന ഭാഗത്ത് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇതിന് സ്പാമിൻ്റെ കളർ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് സ്റ്റൈൽ എന്നിട്ടതിന് ശേഷം ഇതിൻ്റെ കളർ നമുക്ക് റെഡ് എന്ന് ചേർത്ത് കൊടുക്കാം. എന്ത് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ റെഡ് എന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വന്നൊരു ബ്രേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 ബ്രേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം. ബട്ടൺ ടൈപ്പ് സബ്മിറ്റ് എന്ന് കൊടുത്തു. ഓൺ ക്ലിക്ക്, ഈ ബട്ടണിൽ വർക്ക് ചെയ്യേണ്ട ഫംഗ്ഷൻ ഏജ് എന്നുള്ള ഫംഗ്ഷനാണ് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യേണ്ടത്. ഇനി ഇവിടെ വന്ന ആ ബട്ടൻ്റെ ഉള്ളിലെ ടെക്സ്റ്റ് ഞാൻ കാൽക്കുലേറ്റ് ഏജ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് ഒരു 2 ബ്രേക്ക് കൂടി ഇവിടെയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒരു H3 ടാഗ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ H3 എന്നിട്ടു. ഇതിന് നമുക്ക് സ്റ്റൈൽ എന്ത് കളറാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. കളർ ഞാനിവിടെ വന്ന് ആൻസറാണ്. അപ്പോൾ നമുക്ക് ഒരു കളർ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഞാനൊരു കളർ സെലക്ട് ചെയ്തു. അതേപോലെ തന്നെ ഇതിന് ID നമ്മൾ ഇതിൻ്റെ അലൈൻ ഐറ്റം എന്നുള്ളത് നമ്മൾ സെൻറ്റർ ആക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന് നമ്മളൊരു ID ചേർത്ത് കൊടുക്കുന്നുണ്ട്. ID പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ഈ ID അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് ആൻസർ ഡിസ്പ്ലേ ചെയ്യുന്നത്. കാരണം ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്നുള്ള മെത്തേഡാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്യാം. അതിനുശേഷം നമ്മളിതൊന്ന് റൺ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ലോഡ് ചെയ്യിക്കുമ്പോൾ നമ്മൾ കൊടുത്തത് ഈ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മളൊരു ഡേറ്റും സെലക്ട് ചെയ്യാതെ നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ ചൂസ് എ ഡേറ്റ് പ്ലീസ് എന്ന് നമുക്കിവിടെ കാണിച്ചു തരും. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഇയർ സെലക്ട് ചെയ്തു.
ഓക്കെ, ഇവിടുന്ന് നമുക്ക് ഏത് ഇയർ ആണോ വേണ്ടത് ഒരു ഇയർ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മളൊരു മന്ത് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മളൊരു ഡേറ്റ് സെലക്ട് ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം കാൽക്കുലേറ്റ് ഏജിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എത്രയാണോ ആ ഏജ് എന്നുള്ളത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തു വരും. അപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ടൊരു ഏജ് കാൽക്കുലേറ്ററാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഒരു പ്രൊജക്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സും നമുക്ക് വീണ്ടും ഇതുപോലൊരു പ്രോഗ്രാമുമായിട്ട് വീണ്ടും കാണാം.